പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ മന്ദഗതിയിൽ. വോട്ടെണ്ണൽ വൈകുന്നത് അട്ടിമറി നീക്കമാണെന്നും ആരോപണമുണ്ട്. ആദ്യഘട്ടത്തിൽ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പിന്നിൽ എന്നാണ് റിപ്പോർട്ടുകൾ. 5 ഇടങ്ങളിൽ PTI സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു. മുൻ പ്രധാനമന്ത്രിയും PMLN പ്രസിഡന്റുമായ ഷഹബാസ് ഷെരീഫ് ലാഹോറിൽ നിന്ന് വിജയിച്ചു. സർക്കാർ രൂപീകരിക്കുമെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. PP ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. PP ജെയിംസ്, ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എന്താണ് ഈ ഫലസൂചനകളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? വേണു, വല്ലാത്തൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വോട്ട് എണ്ണുന്നത് വളരെ മന്ദഗതിയിലാണ്. അത് അട്ടിമറിക്കുള്ള ശ്രമമാണെന്ന് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇപ്പോൾ തന്നെ ആരോപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ തുടക്കത്തിലെ റിസൾട്ട് പൊതുവെ ഒരു ട്രെൻഡ് കാണിക്കുന്ന ഇമ്രാൻഖാന് അനുകൂലമായിട്ടാണ്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. 34 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിലും ഇമ്രാൻഖാൻ അനുകൂലമായൊരു ട്രെൻഡ് വരുന്നു. പക്ഷേ ആദ്യഘട്ട ഫലങ്ങളിൽ ഇപ്പോൾ 5 സീറ്റ് വീതം നേടി മുന്നിട്ട് നിൽക്കുന്നത് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് 5 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അവിടുത്തെ PPP പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അവർക്ക് 5 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ 3 സീറ്റായിരുന്നത് 5 സീറ്റായി വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിന് നവാസ് ഷെരീഫിൻ്റെ പാർട്ടിക്ക് 4 സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല നവാസ് ഷെരീഫ് 2 മണ്ഡലങ്ങളിലും പിന്നിൽ നിൽക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത് താൻ സ്വന്തമായിട്ട് കേവല ഭൂരിപക്ഷത്തോടെ മന്ത്രിസഭ ഉണ്ടാക്കുന്നതാണ്. ഇമ്രാൻഖാന് ഒരുപക്ഷെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രൊഡിക്ഷൻസ് നടത്തുന്നത് വളരെ നേരത്തെ ആയിരിക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയും PPPയും ചേർന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ അവിടുത്തെ പാക് സൈനിക നേതൃത്വം നിർബന്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇമ്രാൻഖാനെ തടയുക എന്നാണ് പാകിസ്ഥാൻ സൈന്യം ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ശത്രുവാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല മുൻ പ്രധാനമന്ത്രി ഈ നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് ലാഹോറിൽ നിന്ന് 63,000 വോട്ടിന് ജയിച്ചു കയറിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. 9 പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ രാഷ്ട്രീയവും അവിടുത്തെ സാമ്പത്തിക നിലയാണെങ്കിൽ കംപ്ലീറ്റ് താഴ്ന്നിരിക്കുകയാണ്. അതിനിടയിലാണ് രാഷ്ട്രീയത്തിലെ ഈ കലങ്ങി മറിയുന്ന അവസ്ഥ. ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് അവിടുത്തെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളിൽ 28 പേർ കൊല്ലപ്പെട്ടത് 2 ദിവസം മുൻപാണ്. വേണം ശരി, പാക് തെരഞ്ഞെടുപ്പിൽ ഫലസൂചനകൾ ഇമ്രാൻഖാൻ അനുകൂലം. PP ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.